ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തേങ്ങ അരച്ച് വെച്ച നല്ല മീൻകറിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ്. പച്ച തേങ്ങ അരച്ചിട്ടാണ് നമ്മളിത് വെച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ തയ്യാറാക്കാൻ എളുപ്പമാണ്. വളരെ വ്യത്യസ്തമായിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളതും. അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ടീസ്പൂണല്ല, ടേബിൾ സ്പൂൺ തന്നെ ഒഴിച്ച് കൊടുക്കുക. കുറച്ചധികം തന്നെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി എണ്ണയിൽ നിന്ന് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചതച്ചതൊന്നുമല്ല ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാണ്. നമ്മൾ വെളുത്തുള്ളി എടുത്തിരിക്കുന്നത് ഒരു 8 അല്ലിയാണ്. ചെറിയ അല്ലി ആയതുകൊണ്ടാണ്. വലുതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 എണ്ണമൊക്കെ എടുത്താൽ മതി. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി നമുക്കൊരു ഫ്ലേവറിന് മാത്രം മതി, കൂടുതലായി പോവണ്ട. ഇനി നല്ലപോലെ ഈ എണ്ണയിൽ കടന്നിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം. ഇതിൻ്റെ ആ ഒരു കളർ മാറുന്ന വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കണം. നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി വാട്ടിയെടുക്കുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നല്ലപോലെ ഒന്ന് എണ്ണയിൽ കടന്നിട്ടൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 3 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഈ ഒരു കറിക്ക് നല്ല എരിവ് വേണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി നിങ്ങൾക്ക് ഇത്ര വേണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കുക ഈ എണ്ണയിലൊന്ന്. അപ്പോൾ അതാ പൊടികളൊക്കെ നല്ലപോലെ എണ്ണയിൽ കിടന്നിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. ഒരു മുറി തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. കൂടുതൽ നേരം നമ്മൾ ഇട്ട് ചൂടാക്കി എടുക്കണ്ട, അപ്പോൾ പിന്നെ വറുത്തൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതൊരു പച്ച തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഏകദേശം 1 മിനിറ്റോളം ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്തതിൻ്റെ ശേഷം നമുക്ക് അരച്ചിട്ടെടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ നല്ലപോലെ ചൂടാറി. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 ചുമന്നുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു 1/2 കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചിട്ടെടുത്തിട്ട് വരാം. ഇപ്പോൾ തേങ്ങയൊക്കെ നല്ലപോലെ അരച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മണ്ണിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അത് സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് കൂടി പോവരുത്. പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് എരിവുള്ളതാണ്. പിന്നെ മുളക് പൊടി ചേർത്ത കാരണം 2 എണ്ണം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പച്ചമുളകും കറിവേപ്പിലയും എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. അതിനുശേഷം ഇതിലേക്ക് 2 പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തക്കാളി ഒന്ന് കുക്കായി കിട്ടും. എപ്പോഴും മീൻകറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ തക്കാളി വേവാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരമായിരുന്നു. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളി ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് കുടംപുളി വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ സാധാ വാളൻപുളി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പുളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പൊതുവേ മീൻകറിയൊക്കെ വെക്കുമ്പോൾ അത്യാവശ്യം പുളിയും എരിവും വേണം, അപ്പോഴായിരിക്കും മീൻകറിക്ക് നല്ലൊരു രുചി ഉണ്ടാകുക. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചിലരൊന്നും മീൻകറിയിൽ മല്ലിപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കില്ല, പക്ഷേ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം ഒന്ന് കുറുകി കിട്ടും കറിയൊക്കെ ഒന്ന്. പിന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. ആ മല്ലിപ്പൊടിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് 2 മിനിറ്റ് നേരം കഴിഞ്ഞ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങ നല്ലപോലെ അരച്ചെടുക്കണം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അത് നമ്മുടെ കറിക്കനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എത്രത്തോളം കറി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക.
കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നീട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറിക്ക് അത്ര രുചി ഉണ്ടാവില്ല. കുറച്ചൊക്കെ ഒന്ന് തിക്കായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഒരു 2 കപ്പോളം തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് വരുമ്പോൾ ഒന്ന് കുറുകി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇത് തിളപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ അത് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മത്തിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ ഇട്ട് കൊടുക്കുക. മീൻ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കൂടുതലായിട്ട് ഇളക്കരുത്. എന്നിട്ടൊരു 2-3 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്കും തന്നെ ഇതായി കിട്ടും. ഇതിൽ നമ്മൾ കൂടുതലായിട്ട് ഉള്ളിയൊന്നും ചേർത്തിട്ടില്ല. ചിലർ മീൻകറി വെക്കുമ്പോൾ സവാളയൊക്കെ ചേർക്കാറുണ്ട്. അതൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയാണ്. അപ്പോൾ അത് മീനൊക്കെ ചേർത്തിട്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കിയതിൻ്റെ ശേഷം ഒന്ന് അടച്ച് വെക്കാം. അതിൻ്റെ ആ ഒരു ഫ്ലേവർ കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. തുറക്കുമ്പോൾ തന്നെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള മീൻകറി ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും, ദോശൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. നല്ലൊരു ടേസ്റ്റിയാണ്. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.